ബഹുമാനമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക് ആയിട്ടാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് ഒരു 9:30 രാവിലെ ഒരു 9:30 കേട്ടോ. നമ്മളെ ടോപ്പിക്ക് തുടങ്ങുന്നത് നൈറ്റ് 10 മണി. എന്താ വെച്ചാൽ ഒരു നൈറ്റ് റൈഡ് ആട്ടോ. നമ്മൾ ചങ്ങായിനെ വിളിച്ചിട്ട് കോഴിക്കോടിൻ്റെ രാത്രി എങ്ങനെയാണ്, ഇപ്പോൾ ഈ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് പുതിയൊരു കൊല്ലമാണല്ലോ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോയിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ പറ്റി തെറ്റുകളുണ്ടെങ്കിൽ ഗുണങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് കുറവാണ്, ദയവായിട്ട് എന്താ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഞാനിപ്പോൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു സമയം ഒരു 10 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ അരിയെടുത്ത് പാലം വഴി പോയിട്ട് പാളയം അങ്ങനെ മാനഞ്ചിറ അങ്ങനെ ചുറ്റാനൊന്നും പ്ലാന്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് നിന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ ഒരു സംഭവം, അത് രാത്രി 10 മണിൻ്റെ ടൈമിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രമല്ല, 2-3 സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആൾക്കാർ. ഞങ്ങൾ പിന്നെ ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാൻ. അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇനി, അതുകൊണ്ടാണ് ഇവർ അടുത്തേക്കൊന്നും പോവാതെ ഞങ്ങൾ നിന്നത്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ 2ാമത്തെ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലാട്ടോ. ഇവിടെ അരിയെടുത്ത് പാലത്താണ്. ജനുവരി 14 ഓപ്പൺ ചെയ്യാൻ പോണത്. അപ്പോൾ നല്ല കിട്ടുക്കാച്ചി ഓഫറൊക്കെ ഉണ്ടാവും. 1ാമത്തെ ഷോറൂം ഉള്ളത് ഹൈലൈറ്റ് മാള് -2 അപ്പോൾ അവിടെ നല്ല അടിപൊളി ഓഫറൊക്കെയാണ് ക്രിസ്മസിനൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓഫർ കുറവുണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ ജനുവരി 14 വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ അരിയെടുപ്പോൾ പാലിറങ്ങി നേരെ പുതിയ സ്റ്റാൻഡ് വഴി മാനാഞ്ചിറ കയറി അങ്ങനെ തിരിയാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് കേട്ടോ. പാരഗൺ ഹോട്ടലിന് മുമ്പ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ അടിയിലൂടെ പോണ്. ഞങ്ങൾ സാഗർ ഹോട്ടലും പാരഗണൊക്കെ കണ്ട്. അവിടെ പാരഗൺ ക്ലോസ് ആണ്, എന്നാലും ബാക്ക് സൈഡിൽ ഓപ്പൺ ആയിട്ട് ചെറുങ്ങനെ കൊടുക്കുന്നുണ്ട്, പാഴ്സലൊക്കെ ഉണ്ട്. സാഗർ പിന്നെ ഫുൾ ഓപ്പൺ ആണ്. പുതിയ സ്റ്റാൻഡൊക്കെ എടുത്താനുണ്ട്. ഈ ട്രാവലിന് പോകുന്ന ടീംസിനൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ അവിടെ 2-3 പീടിയൊക്കെ ഓപ്പൺ ആണ്. പിന്നെ ഇത് മാനാഞ്ചിറ സ്ക്വയർ നല്ല വെളിച്ചം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. രാത്രിയൊക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഈ മാനാഞ്ചിറ ആൾക്കാരൊന്നും ഇല്ല, കുറേയൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ ഷോപ്പൊക്കെ ഫുള്ള് ക്ലോസ് ആക്കിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 10-10:45 ആവാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകണം. ഞങ്ങൾ വെറുതെ ഇറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം കണ്ടത്.
അപ്പോൾ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഇത് മാനേജർ സ്ക്വയർ, ഇവിടേക്ക് 10-ൻ്റെ ശേഷം വണ്ടി കയറ്റാം. ഉള്ളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. Personal dream. Everything you know is in your mind. പിന്നെ നമ്മളെ കോഴിക്കോട്, അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മൊഞ്ചത്തിനാണ്. എപ്പം പോയി കഴിഞ്ഞാലും ഒരു ചട്ടപ്പിക്കാത്തൊരു ആ ഒരു സൗന്ദര്യം അതുതന്നെയാണ് ഈ കോഴിക്കോട്ടിലേക്ക് ആൾ വരാനും ആൾക്കാർ അവിടെ കണ്ട് അവിടുത്തെ സ്ഥലങ്ങൾ ആസ്വദിക്കാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട കോഴിക്കോട്ടുകാരെ ഒരു കാര്യം എന്താ വെച്ചാൽ ഭക്ഷണത്തിൻ്റെ ആളെ തിന്നുങ്ങാണ്ട് വശത്താക്കാൻ കോഴിക്കോട്ടിൽ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. കാരണം എൻ്റെ വാപ്പ ഒരു കുക്കാണ്, നമ്മക്കറിയാം. നമ്മളിപ്പോൾ ഒരു പാളയത്തുള്ളൊരു ടീ ഷോപ്പിലേക്ക് കയറാണ്. ഈ രാത്രി ഇവിടുത്തെ ടീ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പണിക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട്. രാത്രിയാണ് ഇവിടുത്തെ ഒരു ചായ, കുറേ ആൾക്കാർക്ക് എന്താ പറയുക ഒരു ശീലമാണ്. ഞങ്ങൾ ചായ കുടിച്ച് പാളയം മാർക്കറ്റ് എത്തി. അവിടെ കുറേയൊക്കെ സൈഡിൽ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ ഷോപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ വിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ട്രാവൽ ഏജൻസീൻ്റെ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ നേരെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്ന് കുറേ ചുറ്റി ഇവിടെ ജയലക്ഷ്മീൻ്റെ ഷോറൂമുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ ഏതായാലും വണ്ടി തിരിക്കാനുള്ള പരിപാടി തന്നെയാണ്. ഇപ്പോൾ കുറേ ടൈമായി, വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം ഗ്യാസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ ഈ വരുന്ന സമയത്ത് ഒരാളെ കണ്ടിട്ടോ. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് ഒന്നും കൂടിയും കോഴിക്കോട് ആ മാനേജർ ആ റെയിൽവേൻ്റെ അവിടേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ കണ്ട സംഭവം എന്താ വെച്ചാൽ ഞങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ കണ്ട കാഴ്ച. കോഴിക്കോട് രാത്രി ഒരു 10:30-10:45 ടൈമിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ ഇത്. ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന എന്താ പറയുക, സാഹിത്യത്തിൽ അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഇതിലിപ്പോൾ ആരെ പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെയാണോ അതോ ഇങ്ങനെ ചെയ്യുന്ന ഇവരെയാണോ ഒന്നും എനിക്ക് പറയില്ല. അതിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നുമില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെയാണ് ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് കരുതി വെക്കുക ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. കോഴിക്കോട് ഈ ടൈമിലും ഈ കൊറോണൻ്റെ ഒരൊറ്റ പോലീസുകാർ പോലും ഇതിലൂടെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റെയിൽവേൻ്റെ അവിടെ ഒരു പോലീസ് ഉണ്ട്, പക്ഷേ ഈ ഭാഗത്തൂടെ ഒരൊറ്റ പോലീസ് പോലും പാസ് ചെയ്ത് പോയിട്ടില്ല. കൺട്രോൾ റൂമിൻ്റെ ഒരു വണ്ടി പോലും ഇതിലേ പോയിട്ടില്ല. അതിലെനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും കൺട്രോൾ റൂമിൻ്റെ സർവീസ് അതിലൂടെ നടക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി ഒരൊറ്റ പോലീസ് പോലും ആയിക്കൂടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് രാത്രി ചടച്ചു പോയി ഗൈസ്. നിങ്ങൾ തന്നെ പറയും എന്താ അതിന് പറയണ്ടേ. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാലിക്കറ്റ് ഒന്ന് വണ്ടി ഓടിക്കാമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ. അപ്പോഴാണ് ഈ ഒരു സംഭവം ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കണ്ടത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇത് ഈ പുതിയതായിട്ട് വന്ന സംഭവമൊന്നുമല്ല, ആദ്യമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 2021 ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഈ കൊറോണയുടെ ടൈമിൽ തന്നെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നിയത്. പിന്നെ പോലീസൊന്നും ആയിക്കൂടെ പോയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് പിന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താക്കുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സീ ഞാൻ പോകുന്നു. ബൈ ബൈ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.